ഹലോ ഗൈസ്, നമ്മളിന്ന് ഓട്ടോകാഡിൽ എങ്ങനെ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാം നോക്കാം. നമ്മൾ നോർമലി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാമെന്ന് നോക്കാം. നോർമലി നമ്മുടെ കേഴ്സർ ഇങ്ങനെ ക്രോസ് പോലാണ് കിടക്കുന്നത്. നോർമൽ ലൈന് ഇങ്ങനെ വരയ്ക്കാം. ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഒരു 3D പോലെ ഫീൽ ചെയ്യും. ഐസോമെട്രിക്കിലോട്ട് എങ്ങനെ നമുക്ക് കേഴ്സറിന് മാറ്റാം? അതിന് DS എൻ്റർ കൊടുക്കുക. ഡ്രാഫ്റ്റ് സെറ്റിങ്ങിലേക്ക് ഇത് പോകും. ഫസ്റ്റിലത്തെ സ്നാപ്പ് ആൻഡ് ഗ്രിഡിലേക്ക് സെലക്ട് ആയി കിടക്കുന്ന സ്നാപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് സ്നാപ്പും റെക്റ്റാങ്കിൾ സ്നാപ്പുമാണ്. അതിന് നമ്മൾ ഐസോമെട്രിക് സ്നാപ്പ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. നമുക്ക് ഈ ഐസോമെട്രിക്കിനകത്ത് 3 എണ്ണം കിട്ടും. 3 മെത്തേഡാണുള്ളത്. ഒന്ന് ഐസോമെട്രിക് ലെഫ്റ്റ്, ഐസോമെട്രിക് ടോപ്പ്, ഐസോമെട്രിക് റൈറ്റ്. അങ്ങനെ ഇപ്പോൾ ഐസോമെട്രിക് റൈറ്റ് ആണ്, ഐസോമെട്രിക് ലെഫ്റ്റ്, ഐസോമെട്രിക് ടോപ്പ്. ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് പറയാം. F5ൽ നിൽക്കുമ്പോൾ ഓരോന്നായിട്ട് ചേഞ്ച് ആയി വരും. നമുക്ക് പടം വരയ്ക്കാൻ തുടങ്ങാം. ഞാൻ ലെഫ്റ്റിലിട്ടിട്ട് ഫസ്റ്റ് ഒരു ലൈൻ സെലക്ട് ചെയ്തു. എപ്പോഴും ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ ഓർത്തോ മോഡ് ഓൺ ആണോ എന്ന് നോക്കുക. അതിന് ഓർത്തോ മോഡ് F8 ആണ്. ഇപ്പോൾ ഓഫായി. F8 എന്ന് വിളിക്കുമ്പോൾ ഓർത്തോ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെങ്തായ 48 അടിച്ചു കൊടുത്തു. പിന്നെ ടോപ്പിലോട്ട് 37, അതിൻ്റെ സെലക്ഷൻ ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നു. പിന്നെ ഇതിനെ ജോയിൻ ചെയ്യുന്നു. ശേഷം ഐസോമെട്രിക് ഡ്രോയിങ് നമ്മൾ സർക്കിൾ ഉപയോഗിക്കാറില്ല. അതിന് പകരം എലിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. എലിപ്സിനകത്ത് ആക്സിസും മെൻറ്റും എന്നുള്ളത് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഐസോ സർക്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് അറ്റത്തുകൊണ്ട് വയ്ക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ഡബിൾ എൻ്റർ TR ഡബിൾ എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് ട്രിം ചെയ്ത് കളയുക. വേറൊരു ചെറിയ സർക്കിളല്ല, എലിപ്സോടെ അകത്തുണ്ട്. അതിൻ്റെ 24 ടോട്ടലായ പറഞ്ഞേക്കുന്നത്. റേഡിയസ് 12 അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ആ വരയങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. പിന്നെയും ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് 11 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ എല്ലാം സെലക്ട് ചെയ്ത് കോപ്പി കൊടുക്കുക. ലൈൻ എടുത്ത് ഒരു ട്രയാങ്കിൾ പോലെ ആർക്കിൽ കൂടെ ഒട്ടിക്കുമ്പോൾ കിട്ടും. അതേ ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്തെ ട്രയാങ്കിളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം TR ഡബിൾ എൻ്റർ അടിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയുക. അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലെങ്ത് 44 എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും മൊത്തത്തിനെ സെലക്ട് ചെയ്ത് ബേസ് പോയിൻ്റ് കോപ്പി ഞെക്കിയിട്ട് ഈ മൂലയ്ക്ക് ബേസ് പോയിൻ്റ് കൊടുത്തിട്ട്
ഈ അറ്റത്തേക്ക് കൊണ്ട് വെക്കുക. പിന്നെ TR ഡബിൾ എൻ്റർ കൊടുക്കുന്നു. ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്ത് കളയുന്നു. സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ട്രിം ആവാതെ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും 38 അടിച്ചോളൂ. ഇത് ലെങ്ത് തന്നെ അപ്പുറത്തും. ഇതൊന്നുകൂടെ സെലക്ട് ചെയ്ത് കോപ്പി, ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു. മേപ്പോട്ട് 15 അതിൻ്റെ ഹൈറ്റ്. അടിച്ചു കൊടുത്താൽ കോപ്പി കൊടുക്കുന്നു, മേപ്പോട്ട് 15 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ലൈൻ ടൂൾ എടുക്കുന്നു. ലൈൻ വരയ്ക്കുന്നു. അതിനെ ഒന്ന് കോപ്പി ചെയ്ത് അപ്പുറത്തോട്ടിട്ടേക്കാം. ഇനിയും ഇവിടെ നമുക്കൊരു സർക്കിൾ വേണം. സർക്കിളല്ല, എലിപ്സ് എപ്പോഴും നോക്കുക. ഐസോമെട്രിക്കിൽ എലിപ്സേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കുക. അവിടുന്ന് ഇപ്പം ചരിഞ്ഞാണെങ്കിൽ അതിൻ്റെ F5 ഞെക്കി ചേഞ്ച് ചെയ്യുക. ബാക്കിയില്ലാത്തത് ഡ്രം ചെയ്ത് കളയാം. ബാലൻസ് TR ഡബിൾ എൻ്റർ അടിച്ചു കൊടുക്കുന്നു, ഡ്രം ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്ത് താഴോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ലൈൻ എടുത്ത് ട്രയാങ്കിൾ വരുന്നിടത്ത് കൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അതേപോലെ സെലക്ട് ചെയ്യുന്നു. ബാക്കി ഭാഗം ട്രിം ചെയ്ത് കളയുന്നു. ഇവിടെ ലൈൻ മിസ്സായി. ഇപ്പോൾ കൺട്രോൾ ലിസ്റ്റ് വീണ്ടും മേടിക്കുന്നു.
ഇനി ലൈൻ എടുക്കുന്നു. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് 18 സെലക്ട് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു. ഇവിടുന്ന് 18 പിന്നെയും കോപ്പി കൊടുക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് 9, ഇവിടുന്ന് ഇങ്ങോട്ട് 9, രണ്ട് സൈഡിലോട്ട് 18 ആയി. ഇനി ഇവിടുന്ന് പിന്നെ എലിപ്സ് എടുക്കുന്നു, സെൻറ്റർ പോയിന്റ് കൊടുത്ത് എലിപ്സ് എപ്പോഴും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഐസോ സർക്കിൾ എടുക്കാൻ മറക്കരുത്. ഇതിനെ പിന്നെ സെലക്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുക്കുന്നു. അതിനുശേഷം TR എൻ്റർ കൊടുക്കുന്നു, ട്രിം കളയുന്നു. ഡിലീറ്റ് കളയുന്നു. ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു, ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, താപ്പോട്ട് 15 റേറ്റ് കൊടുക്കുന്നു. ബാക്കി വരുന്ന ഭാഗം ട്രിം ചെയ്ത് കളയുന്നു. പോകുന്നില്ല. അപ്പം നമ്മുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഐസോമെട്രിക് ഡ്രോയിങ്ങുകൾ വരയ്ക്കുന്നത്. DS എടുക്കുക, അതായത് ഡ്രാഫ്റ്റ് സെറ്റിങ്സിനകത്ത് പോയി ഐസോമെട്രിക് എന്ന് മാറ്റുക. അങ്ങനെ ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്ങുകളാണ് ഇത്. ഐസോമെട്രിക് ഡ്രോയിങ്ങുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡ്രോയിങ്ങുകൾ കിട്ടും, വരച്ച് നോക്കാവുന്നതാണ്. ഇനി തിരിച്ച് പഴയ പോലെ പോകണമെങ്കിൽ DS എൻ്റർ കൊടുക്കുക. ഫസ്റ്റിനകത്ത് സ്നാപ്പ് ആൻഡ് ഗ്രിഡിനകത്ത് വന്നിട്ട് റെക്റ്റാങ്കുലർ സ്നാപ്പ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നോർമൽ ലൈനൊക്കെ ആയിരിക്കും ഇനി തൊട്ട് വരുന്നത്. താങ്ക് യു.